വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ നിങ്ങൾക്ക് ഇന്ന് കാണിക്കുന്നത്. എഗ്ഗിൻ്റെ അളവൊക്കെ മാക്സിമം കുറച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള 1 കിലോഗ്രാം തൂക്കം വരുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. 2 വലിയ എഗ്ഗാണ്. ഇതിലേക്ക് 1/2 കപ്പ് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും അതുപോലെ 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര ഇതിലൊന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പുമാണ് ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായി ഒന്ന് അടഞ്ഞ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ വെച്ച് ബാക്കിയെല്ലാം ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. 1/2 കപ്പും 2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുണ്ടാവുക. അത് കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ബാറ്റർ റെഡിയാക്കിയെടുക്കുക. വളരെ തിന്നായിട്ടുള്ള ഒരു ബാറ്ററാണിത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ കുറച്ച് കട്ടിയായിട്ടുള്ള ബാറ്ററല്ല, തിന്നായിട്ടുള്ള കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ്. ഇനി ഞാനിത് ബേക്ക് ചെയ്യാനുള്ള ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 8 ഇഞ്ചിൻ്റെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. സ്പ്രിംഗ് ഫോം പാനാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ മാക്സിമം ഇതുപോലത്തെ പാൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ബാറ്റർ വളരെ തിന്നായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡിലൂടെ താഴേക്ക് ഇറങ്ങി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സാധാരണ ടിന്നുണ്ടെങ്കിൽ അത് തന്നെ എടുത്തോളൂ, അതാണ് നല്ലത്. ഇനി ബട്ടർ സ്പ്രെഡ് ചെയ്തതിൻ്റെ ശേഷം ഞാനൊന്ന് പാർച്ച്മെൻറ്റ് പേപ്പർ കൊണ്ട് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ എൻ്റെ ഓവന് നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കുക്കറിനകത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുക്കർ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. 10 മിനിറ്റാണ് ഞാൻ ഓവന് പ്രീ ഹീറ്റ് ചെയ്തത്. 180 ഡിഗ്രിയിലാണ്. അപ്പോൾ മണലോ അല്ലെങ്കിൽ ഉപ്പോ ഇട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 15 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്താൽ മതി. 180 ഡിഗ്രിയിൽ 35 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത് പ്രീ ഹീറ്റഡ് ഓവനിൽ. മണൽ വെച്ച് ചെയ്യുകയാണെങ്കിലും സെയിം ആണ്. ഇത് 35 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തെടുത്ത കേക്കാണ്. ഇതൊന്ന് തണുത്ത് വന്നിട്ട് നമുക്ക് ഒന്ന് ഡിമോൾഡ് ചെയ്യാം. നന്നായി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ താഴെ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ബട്ടർ പേപ്പർ ഞാൻ റിമൂവ് ചെയ്യാണ്. ഇനി കേക്ക് നന്നായിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയത്തേക്ക് നമുക്കിതിലേക്കുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ റിച്ചിൻ്റെ ചോക്ലേറ്റ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറോ അതല്ലെങ്കിൽ കൊക്കോ പൗഡറോ ഒന്നും തന്നെ ചേർക്കേണ്ട. വളരെ ഈസിയാണ്. നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുന്നത് പോലെ തന്നെ വിപ്പ് ചെയ്താൽ മതി. പ്രത്യേകിച്ച് നമ്മൾ വാനില എസൻസോ ചോക്ലേറ്റ് എസൻസോ ഒന്നും ഇതിനകത്തേക്ക് ചേർക്കേണ്ട. ജസ്റ്റ് ഇത് വിപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിതിവിടെ വിപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ഞാൻ ഒരു 10 മിനിറ്റ് സമയത്തേക്ക്. ആ സമയം കൊണ്ട് നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കേക്കിൻ്റെ മുകൾ ഭാഗം കുറച്ച് പൊങ്ങിയാണുള്ളത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം, ആ പൊങ്ങിയിരിക്കുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്.
ഐസിങ് ചെയ്യുമ്പോൾ ഒന്ന് സ്മൂത്തായിട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കട്ട് ചെയ്യണമെന്നില്ല. ഇനി ഞാനിത് 2ആയിട്ട് കട്ട് ചെയ്യാണ്. നിങ്ങൾ 3ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ വിപ്പിംഗ് ക്രീമിൻ്റെ അളവ് നിങ്ങൾ എടുക്കുന്നത് കൂട്ടി കൊടുക്കണം, എന്നാലേ ശരിക്കും കേക്ക് കവർ ചെയ്യാനായിട്ടുള്ളത് ഉണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം നന്നായി ഒന്ന് കട്ട് ചെയ്തിട്ട് 1.5 കപ്പ് ക്രീം എടുത്തിട്ട് കേക്ക് ഐസിങ് ചെയ്തെടുത്താലും മതി. ഞാനിത് 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ തയ്യാറാക്കുന്ന ബോർഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായി തന്നെ നനച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഷുഗർ സിറപ്പ് വെച്ചാണ് നനയ്ക്കുന്നത്. മധുരം അധികം വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം ഉപയോഗിച്ച് നനച്ചെടുത്താൽ മതി. എത്ര നനയ്ക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് വിരൽ വെച്ച് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം അതിനകത്ത് ഫീൽ ചെയ്യണം, അത്രയും നനയ്ക്കണം. സ്പോഞ്ചിലൊക്കെ വെള്ളം എടുക്കുന്ന പോലെ അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടാവരുത്. പക്ഷെ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ കേക്കിൽ വെള്ളം നമ്മളെ വിരലിൽ ഫീൽ ചെയ്യുന്ന അത്രയും നനച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഫസ്റ്റ് ലെയറിൻ്റെ മുകളിൽ ക്രീം വെച്ച് കൊടുക്കാം. നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സെക്കൻഡ് ലെയർ വെച്ചിട്ട് ഒന്നുകൂടെ സെക്കൻഡ് ലെയറും ഒന്ന് നനച്ച് കൊടുക്കാം. ഞാൻ ഈ തയ്യാറാക്കിയിട്ടുള്ള ക്രീമിൽ നിന്നൊരല്പം ക്രീം പൈപ്പിംഗ് ചെയ്യാനായിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ക്രീം വെച്ചിട്ടാണ് ഇത് ഐസിങ് ചെയ്തെടുക്കുന്നത്. ബാക്കിയുള്ള ക്രീം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്നാകെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. കേക്ക് നന്നായി ഒന്ന് ക്രീമിൽ കവർ ചെയ്തെടുക്കാം. എല്ലാ വശത്തും നന്നായി തന്നെ കവർ ചെയ്ത് കൊടുക്കാം. സൈഡിലൊക്കെ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പിനകത്തേക്കൊക്കെ നന്നായി തന്നെ ക്രീം വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കപ്പ് ക്രീം വെച്ചിട്ട് ഇത് ചെയ്തെടുക്കുമ്പോൾ ഇത് വളരെ തിന്നായിട്ടുള്ള ഒരു കോട്ടിങ് ഇതിൻ്റെ മുകളിൽ വരികയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വേണേൽ 1.25 കപ്പ് വെച്ചിട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു 1.5 കപ്പ് ക്രീമോ 1.25 കപ്പ് ഫ്ലോറും 1.5 കപ്പ് ക്രീമോ ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കത് ചെയ്തെടുക്കാം. അപ്പോഴും നമുക്ക് 1 കിലോ തന്നെയാണ് വെയിറ്റ് വരുന്നത്. അപ്പം പാലിൻ്റെ അളവൊന്ന് അല്പം കുറച്ച് കൊടുത്താൽ മതി. കേക്ക് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്ന് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിൽട്ടൻ്റെ 1M എന്നുള്ള ടിപ്പാണ് എടുത്തിട്ടുള്ളത്, സ്റ്റാർ ടിപ്പാണ്. ഇത് വെച്ച് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പൈപ്പിംഗ് ആണ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ എവിടെയാണോ വെക്കുന്നത് അവിടെ തന്നെ വെച്ചൊന്ന് പ്രസ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്വീസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ ലെയറിലായിട്ട് വന്നോളും. അത് തന്നെ നമുക്കൊന്ന് ചുറ്റിലൊന്ന് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. നമ്മൾ വെച്ച സ്ഥലത്ത് തന്നെ വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ പൈപ്പിംഗ് ബാഗ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബാഗിൽ കുറച്ചുകൂടെ ബാക്കിയുണ്ട്, അപ്പോൾ അത് ഞാൻ സെൻറ്ററിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ചുകൂടെ ബാക്കിയുണ്ട്, അത് ഞാൻ 4 കോർണറിലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. 1 kg ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. 1005 കാണിക്കുന്നത്. 1 kg 5 ഗ്രാമും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട്. കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.